മോഹൻലാലും പൃഥ്വിരാജും ഒന്നിച്ച എമ്പുരാൻ എന്ന സിനിമയ്ക്ക് മേൽ ഉയർന്ന വിരോധങ്ങളും വിദ്വേഷങ്ങളും കുപ്രചാരണങ്ങളും ഒക്കെ നമ്മൾ റിലീസ് സമയത്ത് കണ്ടതാണ്. ചിത്രത്തിന് മേൽ ഇത്രയും വലിയൊരു ഡീഗ്രേഡിംഗ് നടന്നതും നമ്മൾ കണ്ടതാണ്. മോഹൻലാലിന്റെ സാധാരണ സിനിമകൾ ഇറങ്ങുമ്പോൾ ഉള്ള ഡീഗ്രേഡിംഗിന്റെ ഒരു വലിപ്പം തന്നെ നമ്മൾ എമ്പുരാനിലും കണ്ടിരുന്നു. കൂടാതെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം സംസാരിച്ചത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കീറിമുറിക്കൽ ഈ ചിത്രത്തിന് മേൽ ഉണ്ടാകുകയും റീസെൻസറിംഗ് നടത്തുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം L3 കുറിച്ചുള്ള പൃഥ്വിരാജിന്റെ ചില വാക്കുകൾ എത്തിയപ്പോഴും ഈ ഡീഗ്രേഡിങ്ങുകൾക്ക് ഒരു കുറവും ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു കാര്യം. അപ്പോഴാണ് ഇല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ എത്തിയത് അത് മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതും, അതും പ്രമുഖ മാധ്യമങ്ങൾ. ഇപ്പോൾ ഇവരെയൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഒഫീഷ്യൽ ആൾക്കാർ തന്നെ എത്തിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച ചിത്രമായിരുന്നു ലൂസിഫർ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലാണ് നായകനായി എത്തിയത്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ ഈ വർഷം തിയേറ്ററുകളിൽ എത്തിയിരുന്നു. എമ്പുരാനും 200 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടുകയും ചെയ്തു. ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. തന്റെ ഏറ്റവും പുതിയ ചിത്രമായ സർസമീൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലൂസിഫറിന്റെ മൂന്നാമത്തെ ചിത്രത്തെക്കുറിച്ച് പൃഥ്വിരാജിന്റെ വാക്കുകളെത്തിയത്. ഇത് വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പൃഥ്വിരാജ് പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. അത് എന്തിനാണെന്നും നമുക്കറിയാം. വ്യാജ വാർത്തകളാണ് പിന്നീട് പ്രചരിക്കുകയുണ്ടായത്. ഇത് വെളിപ്പെടുത്തിയാണ് പൃഥ്വിരാജിന്റെ ഒഫീഷ്യൽ ഫാൻസ് ഗ്രൂപ്പ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. പൃഥ്വിരാജിന്റേത് എന്ന പേരിൽ തെറ്റായ കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അദ്ദേഹം നൽകിയിട്ടുള്ള പുതിയ അഭിമുഖങ്ങളിൽ പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളിൽ നിറയുന്നതെന്നും ഇവർ പറഞ്ഞു കഴിഞ്ഞു. ചില മാധ്യമ വാർത്തകളുടെ സോഷ്യൽ മീഡിയ ഷെയറുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്. എന്നിട്ട് വിമർശിക്കുകയും ചെയ്തു. ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ചിത്രം ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായിരിക്കുമെന്നും അണ്ടർ വാട്ടർ ആക്ഷൻ സീക്വൻസുകൾ അടക്കം ഉള്ള ചിത്രമായിരിക്കുമെന്നും പൃഥ്വിരാജ് പറഞ്ഞതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. താൻ പ്രധാന കഥാപാത്രത്തിൽ എത്തിയ പുതിയ ഹിന്ദി ചിത്രം സർസമീന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങൾ എന്ന രീതിയിലാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ പ്രസ്തുത അഭിമുഖത്തിൽ പൃഥ്വിരാജ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നത് വ്യക്തവുമാണ്. അത് ഫാൻസ് ഗ്രൂപ്പ് അറിയിക്കുകയും ചെയ്തു. പൃഥ്വിരാജിന് എതിരായ വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിലെ ഒരു വ്യാജ ഐഡിയിൽ നിന്ന് ആരംഭിച്ചതാണ് അദ്ദേഹത്തിന്റെ പേരിൽ L3 കുറിച്ചുള്ള വ്യാജ പ്രചരണം. തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവർ അത് പുനഃപരിശോധിക്കണമെന്നും തിരുത്തണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. ലൂസിഫർ മൂന്നാം ഭാഗത്തിന് മുൻപ് മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യണമെന്ന് തന്റെ ആഗ്രഹമെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. സർസമീന്റെ പ്രചാരണാർത്ഥം നയൻദീപ് രക്ഷിത് എന്ന യൂട്യൂബർക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇക്കാര്യം പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ഒരേ ഫ്രാഞ്ചൈസി ചിത്രങ്ങൾ തുടരെ ചെയ്യണമെന്നില്ല എനിക്ക്. അടുത്ത ചിത്രത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതേസമയം ഡയറക്റ്റ് OTT റിലീസായി ഏതാനും ദിവസം മുൻപാണ് സർസമീൻ എത്തിയത്. കാജോളും ഇബ്രാഹിം അലി ഖാനുമാണ് പൃഥ്വിരാജിനൊപ്പം ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സൈനിക ഉദ്യോഗസ്ഥനായാണ് ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം എത്തുന്നത്. അച്ഛൻ മകൻ സംഘർഷം പ്രമേയമാക്കുന്ന ചിത്രത്തിൽ സൈനിക ഉദ്യോഗസ്ഥനായ അച്ഛന്റെ വഴിവിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ് മകൻ. ഇത് ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ അവർ എങ്ങനെ നേരിടുന്നു എന്നതുമാണ് ചിത്രം പറയുന്നത്. എന്തായാലും പ്രമുഖ മാധ്യമങ്ങൾ ഒരു വ്യാജ വാർത്ത വലിയ ന്യൂസാക്കി കൊടുത്തതാണ് വലിയൊരു പ്രശ്നമായിരിക്കുന്നത്. സാധാരണ ഫാക്ട് ചെക്ക് ചെയ്യുന്ന മാധ്യമങ്ങൾ പോലും അതൊന്നും ചെക്ക് ചെയ്യാതെ വാർത്തകൾ കൊടുത്തത് എല്ലാവരും ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. ലൂസിഫർ 3 ഇപ്പോഴേ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പലരും പറയുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ലൂസിഫർ 3 വരുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയാമെന്നും പലരും ഇപ്പോൾ പറയുകയാണ്. അതിനൊപ്പം തന്നെ കാജോളിനൊപ്പം അഭിനയിച്ച പൃഥ്വിരാജിന്റെ വാക്കുകൾ കൂടി വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം കാജോളിനെ പൃഥ്വിരാജ് ഉപമിച്ചത് മോഹൻലാലിനൊപ്പമായിരുന്നു. അവർ ഗംഭീര നടിയാണ്. ശരിക്കും ഗിഫ്റ്റഡ് ആയ നടിയാണ്. അവർ വളരെ നൈസർഗികമായി അഭിനയിക്കുന്ന നടിയാണ്. ഇത്തരം ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള പ്രത്യേകത എന്തെന്നാൽ അവർ നമ്മുടെ കഥാപാത്രത്തിന്റെ പിച്ച് അപ്രവചനീയമാക്കും എന്നതാണ്. അവർക്കൊപ്പം റിഹേഴ്സൽ ചെയ്തത് പോലെ ആകില്ല അഭിനയിക്കുമ്പോൾ. മോഹൻലാൽ സാറിനൊപ്പം അഭിനയിക്കുമ്പോൾ അത് സംഭവിക്കാറുണ്ട്. അദ്ദേഹവും ഇൻസ്റ്റിറ്റ്യൂട്ടീവ് ആക്ടറാണ്. 5 ടേക്ക് എടുത്താൽ ഓരോ ടേക്കും വ്യത്യസ്തമായിരിക്കും. കാജോളും അത്തരക്കാരിയാണ്. തന്റെ പെർഫോമൻസിന്റെ പിച്ചിന്റെ കാര്യത്തിൽ അവർ വിശ്വസിക്കുന്നത് ആ നിമിഷത്തിലെ പ്രകടനത്തിലാണ് എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. അത് വർക്കാവുകയും ചെയ്യും. കാരണം അവർ ഗിഫ്റ്റഡ് ആയ നടിയാണ്. അവർ എപ്പോഴും ഊർജ്ജസ്വലയാണ്. കഫീൻ ഓവർഡോസ് പോലെയാണ് എപ്പോഴും. പക്ഷേ നല്ല രീതിയിൽ. ചിലപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേർക്കും വൈകാരിക രംഗങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. സിനിമയിലെ ഒരു രംഗത്തിൽ ഒരു മകൻ തന്റെ അമ്മയെ എത്ര സ്നേഹിച്ചാലും ഒടുവിൽ അച്ഛനെ പോലെ തന്നെയാകും എന്നവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടോ ആ രംഗത്തിൽ ഞങ്ങൾക്ക് ചിരി നിർത്താനായില്ല. സംവിധായകൻ കയോസ് ഇറാനി ഞങ്ങളെ കൊണ്ട് മടുത്തു. പക്ഷേ രസകരമായിരുന്നു. ഞാൻ അവരുടെ വലിയ ആരാധകനാണ്. ഭാവിയിലും അവർക്കൊപ്പം അഭിനയിക്കാൻ സാധിക്കണമെന്നാണ് ആഗ്രഹം എന്നും പൃഥ്വി പറയുകയുണ്ടായി. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു റൂമർ ഉണ്ടായിരുന്നു മോഹൻലാലും കാജോളും ഒരുമിക്കുന്ന ഒരു ചിത്രം വരുന്നു എന്ന രീതിയിൽ. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ പൃഥ്വിരാജിന്റെ ഈ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ രണ്ടുപേരുടെയും ഗംഭീര അഭിനയ മുഹൂർത്തമുള്ള ഒരു ചിത്രം പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ അത് വെറും റൂമറായി മാത്രം കെട്ടടങ്ങിയിരുന്നു.